പ്രസവിക്കുന്ന കാര്യത്തെ ഒഴിച്ച് ബാക്കി എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് അറിയണമോ, ബുദ്ധിമുട്ടറിയണോ, എന്താണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് ഫിലിം കണ്ടതാണ്. അപ്പം അതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഈ ഒരു സമൂഹം, നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാണ് എങ്കിൽ പോലും നമ്മുടെ രാജ്യത്തിലെ എല്ലാ പെൺകുട്ടികളും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഒതുക്കി വെക്കൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെണ്ണായി ജനിക്കുമ്പോഴത്തേക്കും തന്നെ ഒരു പ്രായം വരാം ഭയങ്കര ഇതായിട്ട് രാജകുമാരിയെ പോലെ കൊണ്ടു നടക്കുക, തലയിൽ വെക്കൂല, താഴത്തും വെക്കൂല എന്ന് പറയാൻ കൊണ്ടു നടക്കും പെൺകുട്ടിയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഒരു പീരീഡ്സ് ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയും, പീരീഡ്സ് ആയി കഴിഞ്ഞ് പറയും ഒതുങ്ങിയിരിക്കണം, കാല് ഇങ്ങനെ എടുത്ത് വെക്കാൻ പാടില്ല, ഒതുക്കിയിരിക്കുക, പെണ്ണാണ്, തുണി നേരെ ഇടുക, അതുപോലെ തന്നെ തലയിൽ കൂടി തട്ടം ഇടുക, ഷോൾ ഇടുക എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കാര്യത്തിനും ഭയങ്കരമായിട്ട്. എന്ന് വെച്ചാൽ നമ്മളൊരു കടയിൽ പോയി പറയും, നമ്മളൊരു കടയിലോട്ട് പോകണമെങ്കിൽ തന്നെ പറഞ്ഞു വിടും, നേരെ നോക്കി പോകണം, ആരെയും മുഖത്ത് നോക്കാൻ പാടില്ല, ഒതുങ്ങി പോവുക, റോഡ് സൈഡിലാണെങ്കിലും വേറെ ആരെയും വിളിച്ചു കഴിഞ്ഞാൽ നോക്കാൻ പാടില്ല, ആരും മിണ്ടാൻ പാടില്ല, അവർ തരുന്ന വാങ്ങിച്ച് കഴിക്കാൻ പാടില്ല, ഇവർ തരുന്ന വാങ്ങിച്ച് കഴിക്കാൻ പാടില്ല, അവരെടുത്ത് മിണ്ടാൻ പാടില്ല, ഇവരെടുത്ത് മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സൈഡിൽ നിന്ന് നമുക്ക് ഉപദേശം വരും. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കടയിലോട്ട് വരാൻ പോകുന്നെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റിക്കാരനായാലും അവരുടെ ജീവനക്കാരായാലും പറയും, പെൺകുട്ടിയാണ്, ഒതുങ്ങിയും പതുങ്ങിയൊക്കെ നടക്കുക, ഇത്ര ഇതായിട്ട് നടക്കുക. നമ്മൾ പെൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ ഒന്ന് തല നിവർത്തി ഇങ്ങനെയൊക്കെ നടക്കാന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ പോയി ഒന്ന് നിവർന്നൊക്കെ നടന്നാൽ പറയും, താഴ്ന്ന് തറയിലോട്ട് നോക്കി നടക്കാം, എല്ലാവരും മുഖത്ത് നോക്കി നടക്കരുത്. ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളത് എൻ്റെ അനുഭവമാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമ്മള് വിചാരിക്കും കല്യാണം കഴിയുമ്പോഴത്തേക്കും അത് ശരിയാവും. എവിടെ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു വ്യക്തിയെ വിവാഹം കഴിക്കുക, നമ്മുടെ വീട്ടിൽ ശരിക്കും ഇറക്കി വിടുവാണ്, നമ്മളെ വേറൊരു വീട്ടിലേക്ക് വിടുക. അപ്പൊ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ വന്നു കയറിയ ഒരു വ്യക്തിയായി, കയറി ചെന്നൊരു സ്ഥലമായി കഴിഞ്ഞു. അതുപോലെ തന്നെ അവിടുത്തെ ഇതും നമ്മുടെ വീട്ടും കൂടി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് പിടിച്ച് നിൽച്ചിട്ട് ടൈം എടുക്കും, ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് വരും. അത് എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ആയി വരുന്ന സമയത്ത് കുട്ടി, അങ്ങനെ കുറച്ച് കാര്യം മക്കളാവുമ്പോഴത്തേക്കും ഈ എന്താ പറയുക, ആ സമയത്ത് തന്നെ ഡെലിവറി പെയിന്, അത് ഇത് അതിൻ്റെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം കൂടി ആയിട്ട് ആകെ ഒരു മാനസികാവസ്ഥയിലായിരിക്കും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കായിരിക്കും അടുത്ത കാര്യങ്ങൾ വരുന്നത്. കുട്ടികളെ നോക്കണം, അപ്പം പറയും, കുട്ടികൾ എന്തെങ്കിലും വികൃതി കാണിച്ചാൽ പറയും, ഉടനെ പറയും അമ്മയുടെ വളർത്തു ദോഷമാണ്. നല്ല കുട്ടിയാണെങ്കിൽ എന്താ അച്ഛൻ്റെ കുട്ടിയാ നല്ലതാ എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു പ്രായമാകുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ആൾക്കാരുടെ ഉപദേശം കേട്ട് ശരിക്കും നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളോ ഒന്നും നടക്കത്തില്ല. ശരിക്കും പറഞ്ഞാൽ അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ ലോകം. ശരിക്കും അങ്ങനെ ചിന്തിക്കേണ്ട ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ 2025 ജീവിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇത്രയും ആണ്ട് നീണ്ടു പോയിട്ട് നമ്മുടെ ഈ ഒരു കാര്യങ്ങൾ മാത്രം മാറുന്നില്ല, ബാക്കി എല്ലാം മാറുന്നുണ്ട്. അപ്പൊ